നമസ്കാരം. ആശ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു വിഷു. വിഷുവിന് പ്രധാനം കണി കാണലാണ്. കണി കാണുന്നത് ഉണ്ണിക്കണ്ണനെയാണ്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയാണ്. ശ്രീകൃഷ്ണൻ്റെ ശൈശവകാലം ഉണ്ണിക്കണ്ണനെയാണ് സാധാരണ കണി കാണുക. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൃഷ്ണ വിഗ്രഹം കണി കാണുന്ന പതിവാണ്. ഇത് കൃഷ്ണന്റെ തന്നെ മറ്റൊരു പ്രതിമയാണ്. കൃഷ്ണന്റെ കൂടെ ഉള്ളത് രാധയാണ്. രാധാകൃഷ്ണ സങ്കല്പം. ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനും രാധയും ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയാണ്. കൃഷ്ണനും രാധയും ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇതിൽ കൃഷ്ണന് മുണ്ടാണുള്ളത്. മുണ്ട് അല്ലെങ്കിൽ ധോത്തി എന്ന് പറയും. തട്ടുടുക്കുന്ന രീതിയിൽ മുണ്ടുടുക്കുന്നതാണ് ധോത്തി. രാധയ്ക്കാവട്ടെ നീളത്തിലുള്ള പാവാട, വളരെയധികം ചുരുക്കുകളുള്ള നീളത്തിലുള്ള പാവാടയും അതോടൊപ്പം ബ്ലൗസും കൂട്ടത്തിൽ ഒരു ദുപ്പട്ടയും ആണ്. ഈ ദുപ്പട്ട തലയിൽ കൂടെ ഇട്ട് പുറകുവശം മുഴുവനായി കവർ ചെയ്ത് വരുന്ന പോലെയാണ് ദുപ്പട്ട ഇട്ടിരിക്കുന്നത്. ആ ദുപ്പട്ട ഒരു ഹാഫ് സാരി പോലെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന് ധോത്തിയോടൊപ്പം ഒരു മേൽ മുണ്ട് കൂടെ ഉണ്ട്. ഇന്ന് ഇതിവിടെ പറയാൻ കാരണം, ഇത് പുരാതന കാലം മുതൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള കൃഷ്ണ സങ്കല്പമാണ്. രാധാകൃഷ്ണ സങ്കല്പം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സങ്കല്പമാണ് ശ്രീകൃഷ്ണൻ്റെത്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ രാജധാനിയായിരുന്നു ദ്വാരക. ദ്വാരകയിലെ ശ്രീകൃഷ്ണന്റെ രാജധാനി ഇപ്പോഴുമുണ്ട്. അത് കടലെടുത്തു, അത് കടലിന് അടിയിൽ മറഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മയിൽപ്പീലിയും ഒക്കെ ആയിട്ട് കടലിന്